ആഗോള സാമ്പത്തിക പ്രതിരോധ മേഖലകളെ നിശ്ചലമാക്കിക്കൊണ്ട് അമേരിക്കയും ചൈനയും തമ്മിലുള്ള വൻകിട വ്യാപാര യുദ്ധം പുതിയൊരു ഘട്ടത്തിലേക്ക് കടന്നിരിക്കുന്നു. ചൈനീസ് കമ്പനികളെ തൊട്ടുകളിച്ച അമേരിക്കയ്ക്ക് കനത്ത തിരിച്ചടി നൽകിക്കൊണ്ട് യുഎസിലെ പ്രമുഖ പ്രതിരോധ ഖനന കമ്പനികൾക്ക് ചൈനീസ് വാണിജ്യ മന്ത്രാലയം കടുത്ത കയറ്റുമതി വിലക്ക് ഏർപ്പെടുത്തി. പ്രതിരോധ മേഖലയിലെ 10 വൻകിട അമേരിക്കൻ കമ്പനികൾക്കാണ് ചൈനയിൽ നിന്നുള്ള ഉൽപ്പന്നങ്ങൾക്ക് സമ്പൂർണ്ണ നിരോധനം ഏർപ്പെടുത്തിയിരിക്കുന്നത്. ഇതിനു പുറമെ അമേരിക്കൻ നിക്ഷേപമുള്ള 46 പ്രമുഖ യുഎസ് കമ്പനികളിൽ നിന്നുള്ള സർക്കാർ സംഭരണങ്ങളും ചൈനീസ് ധനമന്ത്രാലയം പൂർണ്ണമായി വിലക്കിയിട്ടുണ്ട്. ചൈനീസ് പ്രസിഡന്റ് ഷീ ജിൻപിങ്ങുമായി സൗഹൃദം സ്ഥാപിക്കാൻ യുഎസ് പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് ശ്രമിക്കുന്നതിനിടയിലാണ് ബീജിംഗിന്റെ ഈ അപ്രതീക്ഷിത പ്രഹരം. ഈ മാസം ആദ്യം 80 ചൈനീസ് കമ്പനികളെയും അവരുടെ അനുബന്ധ സ്ഥാപനങ്ങളെയും ചൈനീസ് സൈന്യത്തെ സഹായിക്കുന്നവർ എന്ന് മുദ്രകുത്തി ഡൊണാൾഡ് ട്രംപ് സർക്കാർ കരിമ്പട്ടികയിൽ ഉൾപ്പെടുത്തിയിരുന്നു. ആഗോള ഭീമന്മാരായ അലിബാബ, ബൈഡു, ബിയൂഡി തുടങ്ങിയ പ്രമുഖ കമ്പനികളാണ് അമേരിക്കയുടെ കടുംവെട്ടിൽ പെട്ടത്. ചൈനയുടെ സാങ്കേതിക മുന്നേറ്റത്തെ ദേശീയ സുരക്ഷയുടെ പേര് പറഞ്ഞ് തകർക്കാനുള്ള യുഎസിന്റെ ഈ നീക്കത്തിനാണ് ചൈനീസ് വാണിജ്യ മന്ത്രാലയം തിരിച്ചടി നൽകിയിരിക്കുന്നത്. അമേരിക്കൻ സൈന്യത്തിന് എയ്റോസ്പേസ് പ്രതിരോധ കരാറുകൾ നിർവഹിക്കുന്ന അവയോക്സ് മിലിറ്ററി വാഹനങ്ങൾ നിർമ്മിക്കുന്ന ഓഷ്കോഷ് ഡിഫൻസ്, യുഎസിന്റെ പ്രതിരോധ ഉൽപാദനത്തിന് അത്യാവശ്യമായ അപൂർവ ഭൂലോഹങ്ങൾ ഖനനം ചെയ്യുന്ന എംപി മെറ്റീരിയൽസ്, യുഎസ്എ റെയർ എർത്ത് എന്നീ കമ്പനികളാണ് ചൈനയുടെ വിലക്കിൽ കുടുങ്ങിയത്. ചൈനയിൽ നിന്നുള്ള ഇരട്ട ഉപയോഗ സാധനങ്ങൾ ഈ കമ്പനികൾക്ക് കയറ്റുമതി ചെയ്യുന്നത് ചൈന പൂർണ്ണമായി തടഞ്ഞു. മറ്റൊരു രാജ്യം വഴിയും ഈ ഉൽപ്പന്നങ്ങൾ അമേരിക്കൻ കമ്പനികളുടെ കൈകളിൽ എത്തില്ലെന്ന് ബീജിംഗ് ഉറപ്പാക്കിയിട്ടുണ്ട്. ചൈനീസ് ധനമന്ത്രാലയം പുറത്തുവിട്ട കരിമ്പട്ടികയിൽ അമേരിക്കയുടെ അഭിമാനമായ വമ്പൻ പ്രതിരോധ കമ്പനികളാണ് ഉള്ളത്. ലോക്ഹീഡ് മാർട്ടിൻ, റേഥിയോൺ, ബോയിംഗ് പ്രതിരോധ വിഭാഗം, ജനറൽ ഡൈനാമിക്സ്, അൻറ്റൂറിൽ ഇൻഡസ്ട്രീസ് എന്നിവയുൾപ്പെടെയുള്ള 46 കമ്പനികളെയാണ് ചൈനീസ് സർക്കാർ വാങ്ങൽ പദ്ധതികളിൽ നിന്ന് ചവിട്ടിപ്പുറത്താക്കിയത്. തിങ്കളാഴ്ച മുതൽ ഈ നടപടികൾ പ്രാബല്യത്തിൽ വന്നു കഴിഞ്ഞു. തായ്വാനിലേക്ക് അമേരിക്ക ആയുധങ്ങൾ വിൽക്കുന്നതുമായി ബന്ധപ്പെട്ട് 2024-ലും 2025-ലും ഈ കമ്പനികളിൽ പലതിനുമെതിരെ ചൈന നേരത്തെയും ഭാഗികമായി ഉപരോധം ഏർപ്പെടുത്തിയിരുന്നു. ഇതിനിടയിലാണ് യുഎസ് വിദേശകാര്യ സെക്രട്ടറി മാർക്കോ റൂബിയോ നിർദ്ദേശിച്ച $14 ബില്യൺ പുതിയ തായ്വാൻ ആയുധ സഹായ പാക്കേജ് ഇപ്പോൾ അമേരിക്കയുടെ പരിഗണനയിൽ ഉള്ളത്. ഇതിനുള്ള മുൻകൂർ താക്കീതായാണ് ചൈനയുടെ ഈ പുതിയ നീക്കം. കഴിഞ്ഞ മാസം അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് നേരിട്ട് ബീജിംഗ് സന്ദർശിച്ച ചൈനീസ് പ്രസിഡന്റുമായി ഉഭയകക്ഷി ബന്ധം മെച്ചപ്പെടുത്താനുള്ള ചർച്ചകൾ നടത്തിയിരുന്നു. മേയിൽ ഷീ ജിൻപിങ്ങുമായി കൂടിക്കാഴ്ച നടത്തിയതിനു ശേഷം അമേരിക്ക ചൈന ബന്ധം മെച്ചപ്പെടുത്താൻ ട്രംപ് പൊതുവേദികളിൽ വലിയ ശ്രമം നടത്തുന്നുണ്ട്. കഴിഞ്ഞ ആഴ്ച ഫ്രാൻസിൽ നടന്ന G7 ഉച്ചകോടിയിൽ വെച്ച് അമേരിക്ക ഇറാൻ സംഘർഷത്തിൽ ചൈന നിഷ്പക്ഷ നിലപാട് സ്വീകരിച്ചതിന് ട്രംപ് ഷീ ജിൻപിങ്ങിനെ പരസ്യമായി നന്ദി അറിയിക്കുകയും ചെയ്തിരുന്നു. എന്നാൽ ഈ സൗഹൃദ വർത്തമാനങ്ങൾക്കിടയിലും സ്വന്തം രാജ്യത്തിന്റെ വാണിജ്യ താൽപര്യങ്ങളെയും സാങ്കേതിക മുന്നേറ്റങ്ങളെയും തൊട്ടുകളിച്ചാൽ അമേരിക്കയെ അപ്പാടെ പൂട്ടാൻ ചൈന മടിക്കില്ലെന്നാണ് പുതിയ ഉപരോധത്തിലൂടെ വ്യക്തമാകുന്നത്.